ശബരിമല സ്വർണ്ണമോഷണം എന്ന വിഷയം അത് സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന, ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ കഴിയുന്ന അതിസുപ്രധാനമായ വിഷയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതെത്ര കണ്ട് വലിയ പ്രതിഫലനം ഉണ്ടാക്കി എന്നതുകൂടി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പ്രതിഫലനം ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് കേരളം. ഇതിനിടയിലാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ സുപ്രധാനമായ നീക്കം. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിന് മുഴുവൻ പഴി കേൾക്കേണ്ടി വരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം എന്നതാണ് നിലവിലുള്ള അവസ്ഥ. കാരണം സർക്കാരും സർക്കാരിൻ്റെ ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിക്കപ്പെട്ട നിയന്ത്രിച്ചിരുന്ന വ്യക്തികളൊക്കെയാണ് ഇതിൻ്റെ പങ്കുകാർ എന്നതാണ് ഇതുവരെ ഉയരുന്ന ആക്ഷേപം. പക്ഷേ അന്വേഷണ സംഘം തന്ത്രിയിലേക്ക് കൂടി കടന്നതോടെ സ്വർണം അവിടെ നിന്ന് കടത്തിയതിന് പിന്നിൽ തന്ത്രിക്കും പങ്കുണ്ട് എന്ന ഒരു മറുവാദം കൂടി ഉയർന്നു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരെ ആക്ഷേപത്തിന് ഒരുപക്ഷെ ഒരു വഴിതിരിച്ചു വിടുകയിലോ അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് മറ്റൊരു തലം കൂടി സൃഷ്ടിക്കപ്പെടുന്നതിനോ കൂടി ഇടയാക്കപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് തന്ത്രിയെ അന്വേഷിക്കുന്നില്ല എന്ന ചോദ്യം ഇതിനകം തന്നെ ഉയർന്നതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായി മാറുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ നടപടികൾ. ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അശ്വതി, എന്തായാലും ഇനി നടപടിക്രമങ്ങൾ നീണ്ടുപോകുമെന്ന് മനസ്സിലാക്കാൻ ആരോഗ്യ പരിശോധന, അതിനുശേഷം കൊല്ലത്തെ കോടതിയിൽ ഹാജരാക്കണം. കാരണം കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് നേരിട്ട് ജാമ്യം നൽകുമോ അതല്ല കസ്റ്റഡിയിലേക്ക് വിടുമോ, ജയിലിലേക്ക് വിടുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ ശബരിമല തന്ത്രി ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷയും മറ്റും കാര്യങ്ങൾ ഉണ്ടാവുന്നത്. സ്വാഭാവികമായും വലിയ ക്ലേശകരമായ ദിവസങ്ങളാണ് ശബരിമല തന്ത്രിക്ക് മുന്നിൽ, കണ്ഠർ രാജീവർക്ക് മുന്നിൽ ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതേ വഴി തന്നെ ശബരിമലയിലെ താന്ത്രിക വിധിയിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും നേരിടേണ്ടി വരുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ എന്ത് എന്നതിൽ കൃത്യമായ ഒരു വ്യക്തത നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ ഇടക്കാല റിപ്പോർട്ടുകളിൽ കൃത്യമായ ഇടവേളകളിൽ ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ റിപ്പോർട്ടുകളിൽ ഒരുപക്ഷേ ഈ അറസ്റ്റും കണ്ടെത്തലുകളും അടക്കം ഉൾപ്പെടുമെന്ന് ഉറപ്പാണ്. ഇനി നേരത്തെ അശ്വതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദമുണ്ടാവുന്നത് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണവും കണ്ടെത്തലുമാണ്. അതുവരേക്കും പുറത്തു വരാത്ത ഒരു കാരണമാണ് കോടതിയുടെ ശ്രദ്ധയോടുകൂടി തന്നെ കോടതിയുടെ നിരീക്ഷണവും ആ ജാഗ്രതയും കൊണ്ട് മാത്രം പുറത്തു വന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒറ്റ ചിത്രം മാത്രമാണ് മുന്നിലുണ്ടായിരുന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അന്വേഷണം അപ്പോൾ നടക്കുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പ്രകാരം കരുതി വെച്ചിരുന്ന ചില സ്വർണം ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് സംഘം കണ്ടെത്തുന്നു. പിന്നീടാണ് കോടതി തുടർ കണ്ടെത്തലുകളിലേക്ക് നടക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി നേരിട്ട് നിയോഗിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. ഈ അന്വേഷണത്തിൻ്റെ ആദ്യ നാളുകളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളും സംബന്ധിച്ചുമുള്ള സൂചനകളൊക്കെ പങ്കുവച്ചിരുന്നത് കണ്ഠർ രാജീവരായിരുന്നു. ആ കണ്ഠർ രാജീവരിലേക്ക് തന്നെ ഒടുവിൽ അന്വേഷണം എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കണ്ടെത്തലുകളിൽ കണ്ഠർ രാജീവർക്ക് എത്ര കണ്ട് വലിയ പങ്കുണ്ട് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. കാരണം SITയുടെ വാദങ്ങൾ, SITയുടെ കണ്ടെത്തലുകൾ, അതിന് കണ്ഠർ രാജീവർക്കെതിരെ എത്ര വലിയ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊഴികൾ മാത്രമാണോ അടിസ്ഥാനമാക്കിയത്, അതിനപ്പുറമുള്ള തെളിവുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മുമ്പ് ഒരു വട്ടം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന കാരണം ഉന്നയിച്ചിരുന്നു. ഒടുവിൽ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അതോടുവിൽ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് സംഭവിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഇതിനകം കസ്റ്റഡിയിൽ വന്ന പലരും പലവട്ടം ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അതൊന്നും കോടതി ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. ശബരിമലയുടെ സ്വർണം കട്ടത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന കർശന നിലപാടിൽ തന്നെയാണ് കോടതി. ഏറ്റവും ഒടുവിൽ മുൻ ഭരണസമിതി അംഗമായിരുന്ന ശങ്കരദാസ് സുപ്രീം കോടതിയിൽ തനിക്കെതിരായ പരാമർശം നീക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി അനുവദിച്ചില്ല അത് നീക്കാൻ. അദ്ദേഹത്തിന് നേരിട്ട് പങ്കുണ്ട് എന്ന വിലയിരുത്തൽ തന്നെ കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് SITയുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടുകൂടിയാണ് വീണ്ടും സമയം ദീർഘിപ്പിച്ച് നൽകാനുള്ള തീരുമാനം കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ SITയുടെ കണ്ടെത്തലുകളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നായി, ഏറ്റവും പുതിയ ഒന്നായി ഈ കണ്ഠർ രാജീവർക്കെതിരായ നീക്കം മാറുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതിക്ക് മുന്നിൽ അന്വേഷണ സംഘം ഫ്രെയിം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരുപക്ഷേ റിമാൻഡ് റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കാം.
നമുക്കറിയാം അതിൽ SITയുടെ ഈ കണ്ടെത്തലുകൾ സംബന്ധിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ സമർപ്പിക്കുന്ന രേഖകളിലൊക്കെ വ്യക്തത ഉണ്ടായേക്കാം. എന്തായാലും രാജീവർക്കെതിരെ എന്തൊക്കെ കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്, അത് എത്ര കണ്ട് വലിയ നീക്കമായി മാറുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും അറിയേണ്ട ഒരു കാര്യം കൂടിയുള്ളത്, കണ്ഠർ രാജീവർക്കപ്പുറം ഇനി ആര് എന്ന ചോദ്യമാണ്. അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുമോ, അതല്ലെങ്കിൽ ശബരിമലയിലെ താന്ത്രിക ചുമതലയിൽ ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരിലേക്ക് എത്തുമോ, ഇപ്പോൾ തന്ത്രിയായിരിക്കുന്ന കണ്ഠരര് മഹേഷ് മോഹനരിലേക്ക് എത്തുമോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ വ്യാപ്തിയുള്ള വിപുലമായ ഒരു സ്വർണ്ണ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലും താന്ത്രിക ചുമതലകളിലും ഉണ്ടായിരുന്ന പലരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് വ്യക്തമാക്കപ്പെടുന്ന കാര്യം. ഒരു കാര്യം കൂടി അറിയാനുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം കടത്തിന് നേരിട്ടിടപെട്ട ആരൊക്കെയാണ്, ആരുടെയൊക്കെ ഗൂഢാലോചനയിലാണ് ഇത് നടന്നിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ശബരിമല തന്ത്രിയാവട്ടെ അല്ലെ ദേവസ്വം ബോർഡിൻ്റെ മറ്റു ഉദ്യോഗസ്ഥരാവട്ടെ ഇവരൊക്കെ സാങ്കേതികമായി ഈ നിയമക്കുരുക്കിൽ പെട്ടുപോയവരാണോ, അന്വേഷണ വഴികളിൽ പെട്ടുപോയവരാണോ, അതല്ലെങ്കിൽ ഇവർക്കൊക്കെ നേരിട്ട് പങ്കുണ്ടായിരുന്നു, ഇവരുടെ അറിവോടെയാണോ ഇത് കടത്തിയത് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. SITയുടെ ആ കണ്ടെത്തലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷേ പ്രത്യേക അന്വേഷണ സംഘം കണ്ഠർ രാജീവരുടെ നേരിട്ടുള്ള അറിവോടെയാണ് സ്വർണം കടത്തിയത് എന്ന കാര്യം കണ്ടെത്തി കോടതിയിൽ ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി മാറുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കണ്ഠർ രാജീവർ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നതാണ്. ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് കണ്ഠർ രാജീവർ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതാണ് ഇതിനുശേഷമാണ് അറസ്റ്റ് ഉണ്ടായത്. വളരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞെട്ടിക്കുന്ന ഒരു അറസ്റ്റ് എന്ന് പറയാം. നിർണായക അറസ്റ്റാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ഘട്ടത്തിലൂടെയാണ് SIT കടന്നു പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇനി ആരിലേക്കാണ് അന്വേഷണം നീളുന്നത്, ഇനിയുമുണ്ടോ ആളുകൾ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ദേവതുല്യൻ ഇത് തന്നെയാണോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. എന്തായാലും തന്ത്രി കണ്ഠർ രാജീവർ അറസ്റ്റിലായിരിക്കുകയാണ്. ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ED കേസെടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ ECIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കള്ളപ്പണ തടയൽ നിയമം പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ആ രീതിയിലുള്ള അന്വേഷണവും ഒറ്റ കേസായിട്ടായിരിക്കും അന്വേഷണം നടക്കുക എന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഇനി SITയുടെ നീക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. VV അരുൺ വിശദവിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വലിയ ഒരു കൊള്ള ഇത്രയും വലിയ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നടക്കുന്നു. ഇപ്പോൾ വിശ്വാസികളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർ ദൈവതുല്യനായി കാണുന്ന, അതായത് ശബരിമല അയ്യപ്പനെ തൊഴുത ശേഷം തന്ത്രിയുടെ കാലിൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുന്ന ഭക്തരുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്, അതും ദേവന്റെ മുതൽ കട്ടുകൊണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന CPM നേതാവ് ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ് ഇതിന് പിന്നിൽ ദൈവതുല്യരുണ്ട്, അവിടേക്ക് കൂടി അന്വേഷണം പോകണമെന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.